നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ടൈൽസുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. വിശാലമായ ഗോഡൌൺ സൗകര്യം. സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. സർക്കാർ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് സ്വന്തം വീടും ഭൂമിയും വിട്ടു നൽകിയ 2 വയോധികർ ഇന്ന് പെരുവഴിയിൽ. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ പന്നിയങ്ങാട് സ്വദേശികളായ ജയലക്ഷ്മിയും ഉമ്മുകുൽസുവുമാണ് വനം വകുപ്പിന്റെ നവകിരണം പദ്ധതിയിൽപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്നത്. 15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഭൂമി ഏറ്റെടുത്തിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും 1 രൂപ പോലും നൽകാതെ വനം വകുപ്പ് ഇവരെ വഞ്ചിക്കുകയാണ്. തകർന്നു വീഴാറായ വീട്ടിൽ കാട്ടാന പേടിയിലാണ് ഈ 2 വയോധികരുടെ ജീവിതം. ഈ കാണുന്ന തകർന്ന കൂരകൾക്കുള്ളിൽ കഴിയുന്നത് വെറും 2 മനുഷ്യരല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ ചതിയുടെ ഇരകളാണ്. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 75 വയസ്സുകാരി ജയലക്ഷ്മിയും ഉമ്മുകുൽസുവും. വന്യമൃഗശല്യം രൂക്ഷമായ വനമേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന വനംവകുപ്പിന്റെ നവകിരണം പദ്ധതി പ്രകാരം ഭൂമി വിട്ടു നൽകിയാൽ 15 ലക്ഷം രൂപ നൽകാമെന്ന് വനപാലകർ ഇവർക്ക് ഉറപ്പു നൽകി. ഈ ഉറപ്പിന്മേൽ ഇവർ ഭൂമി വനംവകുപ്പിന് കൈമാറി. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും ഫണ്ടില്ലെന്ന ഒഴുക്കൻ മറുപടിയാണ് അധികൃതർ നൽകുന്നത്. ഹൃദ്രോഗിയായ ഉമ്മുകുൽസുവിന് മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല. ഒപ്പം താമസിച്ചിരുന്നവർ വാടക വീടുകളിലേക്ക് മാറിയെങ്കിലും വാടക നൽകാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഇവർ ഇപ്പോഴും കാട്ടാനകൾ വിഹരിക്കുന്ന ഈ അപകട മേഖലയിൽ തന്നെ കഴിയുന്നു. നവകിരണം പദ്ധതിയുടെ ഫണ്ട് സർക്കാർ വകമാറ്റി ചെലവഴിച്ചതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് PK ബഷീർ MLA ആരോപിക്കുന്നു. ഇത് ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. ഫോറസ്റ്റിന് വീട് കൊടുത്തിട്ട് അവരാരും അതിന് സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് പൈസയും കിട്ടിയിട്ടില്ല. ആന ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും കഴിയില്ല. വാടകയ്ക്ക് പോയാൽ വാടക കൊടുക്കാനും വഴിയില്ല. ഈ പെൻഷന്റെ ഇതുകൊണ്ടാണ് ജീവിതം തന്നെ കഴിയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്നുണ്ട്. ആന വരുന്നുണ്ട്. മിന്നലും കൂടെ വന്നിട്ടുള്ളൂ. ആന കൊണ്ട് കിടന്നുറങ്ങാനും പറ്റണില്ല. പേടിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ. അതിന് എന്താ മറുപടി ഒന്നുമില്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അവരൊന്നും പറയണില്ല. എന്ത് ചെയ്യാനാണ്, ഒരു നിവർത്തിയില്ല. പേടിച്ച് വരച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങളിപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലിപ്പോൾ ഞങ്ങൾ 2 കുടുംബങ്ങളാണ്. 2 കുടുംബങ്ങൾ ആറിനാണ്ടൊക്കെ വാടകയ്ക്ക് വയ്ക്കും. ഞങ്ങൾ 2 കൂട്ടരുണ്ട്. ഞാനും ഒരു ലക്ഷ്മി അടുത്തി. ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് പോകാനും വെച്ച. ഇപ്പം നേരം പോലത്ത് അന്ത്യോളം ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അന്ത്യായ പിന്നെ ആന വന്നോളും കൂട്ടിന്. ആനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാക ബുദ്ധിമുട്ടില്ല. എത്ര ആളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പറയാം. യാതൊരു മറുപടിയില്ല. വനം വകുപ്പ് ഞങ്ങളൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ എല്ലാ പേപ്പറുകളും ഒരു വാങ്ങി വെച്ചിരിക്കണം. പക്ഷേ ഇതുവരെ നടപടിയും തന്നിട്ടില്ല. ഇപ്പം ഇന്നാളെ ഞങ്ങൾ ബഷീറാക്കാനെ കണ്ട. ബഷീറാക്ക അറിഞ്ഞ് പിന്നെ ഇലക്ഷൻ കഴിയട്ടെ, പൈസ ഒന്നും കിട്ടൂല എന്നൊക്കെ മൂപ്പര് പറഞ്ഞത്. എന്നാലും മൂപ്പരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ചിട്ടല്ല മൂപ്പരെ. അതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുക പറയിക്കാരം ആരോടെങ്കിലും ഒക്കെ. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ പേരും മുസൽമാണ്. ഞാനിപ്പോൾ 4 മാസമായി പണിക്ക് പോയിട്ട്. എനിക്ക് സുഖമല്ല. ആദ്യം ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റായിട്ട് തന്നെ ഞങ്ങൾ ഇടങ്ങേറായി ഇവിടെ നിൽക്കുന്നത്. അന്തേ വാതിലുറക്കാൻ പറ്റില്ല. എന്തെന്നെ വന്നാലും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ആനയാണ്. ഇന്നലെ 4 മണിക്കാണ് ഞങ്ങളെ മുറ്റത്ത് ആന. ഒരാളൊരു വീട്ടിൽ ഒറ്റക്കാവുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അവസ്ഥ എന്ന് ആലോചിച്ചാൽ തന്നെ അറിയുള്ളൂ. കാരുണ്യമുള്ള ആരെങ്കിലും ഒരു 5 സെന്റ് സ്ഥലവും വീടും നൽകിയാൽ ഈ നരക ജീവിതം ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സമാധാനമായി ഉറങ്ങാൻ ഈ വയോധികർക്ക് എന്നാണ് സാധിക്കുക? അധികൃതരുടെ കണ്ണു തുറക്കുന്നതുവരെ ഇവരുടെ കണ്ണീർ നിലയ്ക്കില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.